ഇന്ന് നമ്മുടെ അനന്തപുരം നഗരം ഇത്രയും ജനസാന്ദ്രമായിരിക്കാൻ കാരണം നമ്മുടെ മുഖ്യമന്ത്രി റായിഡു സാറിന്റെ ഒരേ ഒരു മകൾ പ്രിയ റാവുവിന്റെ വിവാഹ ദിവസമായതുകൊണ്ടാണ്. സ്വാമി പാദം എവിടെ വെച്ച് കണ്ട നല്ല പരിചയമുണ്ട്. ചെക്കന്റെ വീട്ടുകാരനല്ലേ? നമസ്കാരം. ഞാൻ പെണ്ണിന്റെ അളിയന്റെ ഫ്രണ്ട്. നമസ്തേ സർ. നമസ്കാരം. ഇത് നമ്മുടെ ഛത്തീസ്ഗഡ് സിയോ. അങ്ങോട്ട് ചെല്ലാം. ആള് കൂടുതലാ. വേഞ്ചില് ഫുഡ് തീരും. നമസ്തേ വില്ലേട്ടാ. അവൻ അവിടെയുണ്ട്. ചെല്ലു. വേണ്ട, ഒന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഇപ്പോഴിതാ നമ്മുടെ ഗവർണർ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്റെ ഗുരുവായൂരപ്പാ, ഇതാരായി വന്നിരിക്കുന്നേ? നമസ്കാരം. സിഎം സാർ എവിടെ? അവിടെ അല്ല, ദാ ഇവിടെ. എന്ത് ബൊഫേ? നമുക്ക് എന്തെങ്കിലും തിന്നിട്ട് പോകാം. കണ്ടാൽ ഞാനൊരു സാത്വികനാണെങ്കിലും അങ്ങനെയല്ല. വലിച്ച ഇതെന്റെ വല്ലിച്ച. നമസ്തേ മാഡം. കയ്യിലിരിക്കട്ടെ, ഞാൻ ആവശ്യമുള്ളപ്പോ ചോദിച്ചോളാം. ഈ നാട്ടിൽ നമ്മുടെ പാർട്ടിയുടെ ശക്തിയും അടിത്തറയും എല്ലാം വല്ലിച്ചന്. ഇവിടെ വല്ലിച്ചനില്ലെങ്കിൽ നമ്മളേ ഇല്ല. കൈരളി എന്നാ തോന്നുന്നു. കൈരളിയല്ല, കളരി. കല്യാണ ചെറുക്കനാരാ? എന്റെ അനന്തരവൻ തന്നെ. ഈ കല്യാണം നടക്കില്ല. ഞാൻ ഒരു ചാവ കുടിച്ചിട്ടാ. ചേട്ടാ, കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ ലൈനെടുത്ത് കഴിക്കടാ. ഓളെ അവൻ തട്ടിക്കൊണ്ട് പോയി ചേട്ടാ. ആര്? തെലുങ്കാന സിഎമ്മിന്റെ മോൻ. കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തോ? കാര്യങ്ങളുടെ മൊത്തത്തിലുള്ള കിടപ്പ് വെച്ച് നോക്കുമ്പോ ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആവാനാണ് സാധ്യത. എന്ത് ചെയ്യൂടാ ഇനിയിപ്പോ? ഇത്രയും കാലം നമ്മൾ സംരക്ഷിച്ച അഭിമാനം അത് എല്ലാവരും മുമ്പിൽ പോയി കിട്ടിയില്ലേ? അങ്ങനെ പോട്ടെ തലേ. ഇല്ല, പോകില്ല വല്ലിച്ച. അതെന്താ? വല്ലിച്ചനുണ്ടല്ലോ. ഞാനോ? അതെങ്ങനെ? എന്താ സാറേ? കൊടയല്ലേ, പുരാവസ്തുവാ. എന്റെ അമ്മയാണ് ചത്ത. ഇവിടെ വല്ലിച്ചനില്ലെങ്കിൽ നമ്മളേ ഇല്ല. പാണ്ടിക്കരിമ്പാറ പോലെയാ.